കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ധീരനായ നായക്കുട്ടിയുടെ കഥ കേട്ടാലോ? മഴ തകർത്തു പെയ്യുന്ന ഒരു വൈകുന്നേരം 3 നായക്കുട്ടികളെ ആരോ ഒരു കീറിയ ചാക്കിനുള്ളിലാക്കി പാർക്കിനരികെയുള്ള വഴിവക്കിൽ ഉപേക്ഷിച്ചുപോയി. തണുത്തു വിറച്ച് പരസ്പരം ചേർന്ന് ഒരു കുറ്റിക്കാടിന്റെ താഴെ ആ 3 നായക്കുട്ടികളും പേടിച്ചു വിറച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ പാർക്കിൽ നടക്കാനിറങ്ങിയ ആളുകൾ അതിൽ 2 നായക്കുട്ടികളെ എടുത്തുകൊണ്ടുപോയി. അവരിൽ ഒരാൾ മാത്രം അവിടെ ബാക്കിയായി. ആളുകളെ പേടിച്ച് അവനൊരു ചെറിയ പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചിരുന്നതുകൊണ്ട് ആർക്കും അവനെ കണ്ടെത്താനുമായില്ല. പകൽ മുഴുവൻ നായക്കുട്ടി ആ പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചിരിക്കും. ഇരുട്ടാകുമ്പോൾ പുറത്തിറങ്ങി പാർക്കിൽ കുട്ടികൾ ഉപേക്ഷിച്ചുപോയ കൂടുകളിലെ ബാക്കിയായ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ രൂപമാകെ മാറി. ചെളി പുരണ്ട് രോമങ്ങളെല്ലാം അഴുക്കായി. പുൽനാമ്പുകളും ചെറിയ ഇലകളും അവന്റെ ദേഹമാകെ പറ്റിപ്പിടിച്ചിരുന്നു. പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചിരുന്ന് അവൻ ലോകം കണ്ടു. ഒരു ദിവസം അവനൊരു കാഴ്ച കണ്ടു. അതാ ഒരു മുത്തശ്ശി മെല്ലെ നടന്നു വരുന്നു. ഒരു വടികുത്തിയാണ് മുത്തശ്ശി നടക്കുന്നത്. അയ്യോ, മുത്തശ്ശിയുടെ തൊട്ടു പിന്നിൽ ഒരു വലിയ പാമ്പ്. മുത്തശ്ശി അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അവൻ ഒട്ടും ആലോചിച്ചില്ല. കുരച്ചുകൊണ്ട് പാമ്പിന്റെ നേർക്ക് ഓടിച്ചെന്നു. അവനെ കണ്ടതും പാമ്പ് പത്തി താഴ്ത്തി പതിയെ പതുങ്ങി. എന്നിട്ടും മുത്തശ്ശി ആ പാമ്പിനെ കണ്ടേയില്ല. അപ്പോൾ ആ പട്ടിക്കുട്ടി മുത്തശ്ശിയുടെ ഉടുപ്പിന്റെ തുമ്പത്ത് പതുക്കെ കടിച്ചു പിടിച്ച് പിന്നോട്ട് വലിച്ചു. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായില്ല. നായക്കുട്ടി തന്നെ വെറുതെ ഉപദ്രവിക്കുകയാണെന്ന് കരുതി കൈവശമുണ്ടായിരുന്ന വടികൊണ്ട് അവനെ ഒരടി കൊടുത്തു. വേദന കൊണ്ട് കരഞ്ഞുപോയ അവൻ പൊന്തക്കാടിനുള്ളിലേക്ക് ഓടിക്കയറി. അപ്പോഴാണ് മുത്തശ്ശിയും അവിടെയുണ്ടായിരുന്ന ആളുകളും ആ വലിയ പാമ്പിനെ കണ്ടത്. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ആ നായക്കുട്ടി തന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നുവെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. ആകെ വിഷമിച്ച മുത്തശ്ശി നായക്കുട്ടിയെ തിരയാൻ തുടങ്ങി. പൊന്തക്കാടിനുള്ളിൽ പേടിച്ച് ചുരുണ്ടുകൂടിയിരുന്ന അവനെ മുത്തശ്ശി തന്റെ 2 കൈകളിലും കോരിയെടുത്തു. അവന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന പുൽച്ചെടികളും അഴുക്കും മെല്ലെ തട്ടിക്കളഞ്ഞു. വാത്സല്യത്തോടെ അവനെ കൈകളിലെടുത്ത് മുത്തശ്ശി തന്റെ വീട്ടിലേക്ക് നടന്നു. അന്നുമുതൽ അവന് ടോബി എന്ന പേരും സ്നേഹം നിറഞ്ഞ ഒരു വീടും ഒരു പുതിയ കൂട്ടുകാരിയെയും കിട്ടി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.